أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. ഞാൻ ക്ലാസ്സിലാണ്. അതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ദാലിക, ദാലിക എന്നല്ല ദ എന്നുള്ളത് രണ്ട് പല്ലിൻ്റെ ഇടയിൽ നിന്നാണ് നാവ്. ദാലിക ബിഅന്നല്ലാഹ്, ബിഅന്ന അവിടെ നൂന് ശബ്ദുണ്ട്, ശബ്ദോട് കൂടി മണിക്കണം. ബിഅന്നല്ലാഹ്, അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാലത്താണ്, നല്ല വെളിവാക്കി ഉച്ചരിക്കണം. ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അവിടെ നിർത്തുകയാണെങ്കിൽ ഹുവൽ ഹഖ് അഥവാ ഖൽഖലത്തുൽ കുബ്ര ആക്കിയിട്ട് ഹൽ അൽ ഹഖ് എന്ന് പറഞ്ഞ് നിർത്തുക. ഇതെല്ലാം നിർത്തേണ്ട ആവശ്യമില്ല. ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്നഹു, ആ ഹാവിന് ശേഷം ഒരു വാവ് ഉണ്ടാവും. അതായത് പിന്നെ ഹാ ദമീർ, ഹാ വന്നു കഴിഞ്ഞാൽ അതിനെ കുറച്ച് നീട്ടണം. അപ്പോൾ ആ ഹാക്ക് എന്താണോ പിന്നെ അതിൻ്റെ ഹർക്കത്ത്, അത് ലമ്മാണെങ്കിൽ വാവായിരിക്കും ഉണ്ടാകുക, യാ ആണെങ്കിൽ കെസറത്താണെങ്കിൽ യാവിലാണ് ഉണ്ടാകുക. അവിടെ ഹു എന്നുള്ളത് ലമ്മാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ വാവ് ഇട്ടിട്ട് നീട്ടും, ഹു എന്നാണ് നീട്ടുക. അപ്പോൾ വഅന്നഹു, വഅന്നഹു അവിടെ രണ്ട് ഹർക്കത്ത് നീട്ടണം. ഹൂ എന്ന് നിർത്താൻ പാടില്ല, ഹു എന്ന് നിർത്താനും പാടില്ല. വഅന്നഹു രണ്ട് ഹർക്കത്താണ് അവിടെ നീട്ടേണ്ടത്. അപ്പോൾ വഅന്നഹു യുഹ്യിൽ മൗത, യുഹ്യിൽ മൗത, ഹ ശരിക്ക് ഹ ആയിട്ട് തന്നെ യുഹ്യിൽ മൗത എന്ന് ഓതാൻ പാടില്ല. യുഹ്യിൽ മൗത, യുഹ്യിൽ മൗത, മൗത വാവിന് സുക്കൂനാണ്, മൗത. പിന്നെ വഅന്നഹു അവിടെയൊക്കെ നൂനിന് ശബ്ദം വേണം, മണിക്കും വേണം. വഅന്നഹു അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹാവിന് ശേഷം വാവ് കാണാം. ഹാവിന് ലമ്മാണ്, അതുകൊണ്ട് വാവ് ഇട്ടിട്ട് നീട്ടും, രണ്ട് ഹർക്കത്ത്. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവിടെ അലാ കുല്ലി, അല എന്നല്ല അല എന്നാണ്, ബിൽ ഐൻ. അലാ കുല്ലി കാഫാണ്. കുല്ലി ഷൈഇൻ, ഷൈഇൻ അവിടെ ഷൈഇൻ എന്നുള്ള തൻവീൻ ഉണ്ടാവും, ആ തൻവീനെ ഉച്ചരിക്കാൻ പാടില്ല. ഖദീർ എന്ന് നിർത്താൻ പാടില്ല. ഖദീർ അവിടെ പിന്നെ കെസറിന് ശേഷം റാക്ക് സുക്കൂൻ വരികയാണെങ്കിൽ എർ എന്ന് ഉച്ചരിക്കണം. അപ്പോൾ നിർത്തുകയാണെങ്കിൽ ഖദീർ, എർ എന്നാണ് ഉച്ചാരണം വരേണ്ടത്. ഖദീർ എന്നാണ്, ഖദീർ എന്നല്ല. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എർ എന്നൊരു ചെറിയൊരു എന്നുള്ള സൗണ്ടാണ് വരേണ്ടത്, എന്നുള്ളതല്ല, ഖദീർ എന്നാണ് ഉച്ചരിക്കേണ്ടത്. وأن الساعة آتية لا ريب فيها, وأن الساعة നൂന് തൻവീനാണ്, മണിക്കണം. തൻവീനല്ല, സോറി, അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ ശബ്ദാണ്, അവിടെ മണിച്ചു ഉച്ചരിക്കണം. പിന്നെ അസ്സാഅ ഹംസത്തുൽ വസ്ലാണ്. വഅന്ന സാഅത ആതിയത്തുൻ എന്നാണ് ശരിക്ക്. ആ തൻവീനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു, തുൻ എന്നുള്ളത് ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു. പക്ഷെ അവിടെ ഇദ്ഗാം ഉന്നത്ത് പാടില്ല, ലാമായതുകൊണ്ട് ഉന്നത്ത് ഉണ്ടാവില്ല. അപ്പോൾ അന്ന സാഅത, സാഅത എന്നല്ല, പല ആളുകളുടെയും ഉച്ചാരണത്തിൽ ഐന് വരാറില്ല, ആ ആണ് വരാറുള്ളത്. ഐനും ഹംസ വ്യത്യാസമുണ്ട്. وأن الساعة آتية لا ريب فيها, لا ريب, റ മലയാളത്തിൽ റാണ്ട്,
അറബിയിൽ റ അല്ല റ ആണ്. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ റ റ എന്നാ പറയാം. മലയാളത്തിൽ റ റീ റൂറ് അതൊക്കെ റ. പക്ഷെ അറബിയിൽ റ അല്ല റ റ. ലാ റൈബ, ലാ റൈബ എന്നല്ല, ലാ റൈബ റ. റ എന്ന ഉച്ചാരണം മലയാളത്തിനാണ്. നമ്മൾ മലയാളം പഠിച്ചിട്ട് ഭാഷ പഠിക്കുമ്പോൾ ഉറുദുക്കാർക്ക് വിഷയമാണ് ഉൽ ഗൈൽ മസൂബി അലൈഹിം വലസ്സാലീൻ എന്നത്. കാരണം ഓരോ ബാദ് ഉറുദുൽ വാദ് എഴുതും, പക്ഷെ ഉച്ചാരണം എന്താണ്? സാന. ഉറുദുൽ വാ ഉണ്ട്, പക്ഷെ ഉച്ചരിക്കൽ സാന. അപ്പോൾ ഓല വാദ് ഒരു സായാണ് പഠിച്ചത്, ഒരു വാദ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഗൈൽ മസൂബി അലൈഹിം വലസ്സാലീൻ എന്ന് പറയും. അതുപോലെ മലയാളത്തിൽ റ അല്ല റ. ലാ റൈബ ഫീഹ وأن الله يبعث من في القبور. പിന്നെ അവിടെ വഅന്ന അല്ലാഹ യബ്അസു വഅന്ന അല്ലാഹ എന്നുള്ളിടത്ത് നൂന് തൻവീൻ, നൂന് ശബ്ദുണ്ട് അവിടെ മണിക്കണം. യബ്അസു 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 അവിടെ ഖൽഖല സുഗ്റ നടുവില വരുന്നത്. യബ്അസു മൻ ഫിൽ ഖുബൂർ. അവിടെ വഖഫിൻ്റെ സന്ദർഭത്തിൽ 4-5 അക്ഷരം നീട്ടിയിട്ട് നിർത്താം. ഖദീർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഖുബൂർ എന്ന് പറഞ്ഞ് നിർത്താം. അപ്പോൾ ഇതാണ് നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം ആണ് ഇനി പ്രധാനപ്പെട്ടത്. ദാലിക ബിഅന്ന അല്ലാഹ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, അഥവാ ഈ പറഞ്ഞ രണ്ട് കാര്യം അതാണ് ദാലിക എന്ന് പറഞ്ഞത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ച് രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്. അതുപോലെ തന്നെ തരിശായി കിടക്കുന്ന മണ്ണിലേക്ക് മഴയിറക്കി ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്. അതെന്തുകൊണ്ടാണ്? അത് ദാലിക എന്ന് പറഞ്ഞ ആ കാര്യം ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, ബി എന്ന ആ കാരണം കൊണ്ട്, അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഹഖ്, അവനാരാണ്? അവനാണ് ഹക്കായിട്ടുള്ളവൻ, അവനാണ് ഹക്കായിട്ടുള്ളവൻ. അപ്പം എന്താണ് ഹക്ക് എന്ന് പറഞ്ഞാൽ? എന്താ ഹക്ക് എന്ന് പറഞ്ഞാൽ? പിന്നെ യാഥാർത്ഥ്യം, സത്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ ഒരുപാട് പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അൽ ഹക്ക്. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ, വിശുദ്ധ ഖുർആൻ സൂറത്ത് താഹയിലും 114-ാമത്തെ ആയത്തിൽ ഫതആലല്ലാഹുൽ മലിക്കുൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ 2 സ്ഥലങ്ങളിലാണ് ഇത് അൽ ഹക്ക് എന്നുള്ള പദം വന്നിട്ടുള്ളത്. അൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായിട്ടുള്ളവനാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? അതിലൊന്ന് അല്ലാഹു ഹഖ്ഖും ഫീ ദാത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാത്തിൽ ഹക്കാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാം പിന്നീടുണ്ടായതാണ് ആണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്, ബാക്കിയുള്ളതൊക്കെ എന്താണ്? മഖ്ലൂഖാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കാണെന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ അസ്തിത്വം. അള്ളാഹുവിൻ്റെ മലയാളത്തിൽ ഇപ്പം എന്താ അസ്തിത്വം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അള്ളാഹുവിൻ്റെ ദാത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്തയിൽ അവൻ ഹക്കാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായവനല്ല, അവൻ മറ്റുള്ളവരെ ഉണ്ടാക്കിയവനാകുന്നു എന്നതാണ് അർത്ഥം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്മുകളിലും സിഫത്തുകളിലും ഹക്കായവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്മിലും സിഫത്തിലും ഹക്കായവനാണ് എന്ന് പറഞ്ഞാൽ ഹക്കല്ലാത്ത, സത്യമല്ലാത്ത, യാഥാർത്ഥ്യമല്ലാത്ത ഒരു നാമവും ഒരു വിശേഷണവും അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. സൃഷ്ടികൾക്ക് അങ്ങനല്ല. ഇപ്പം എമ്പ് പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടികൾക്ക് ഇസ്മും മുസമ്മിയും ചിലപ്പോൾ വേറെ ഉണ്ടാവും. ഇപ്പം സാദിഖിൻ്റെ എനിക്കറിയാം കേട്ടോ. സാദിഖ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധ എന്നർത്ഥം. ചിലപ്പോൾ തൊള്ളെടുത്താൽ നോണേ പറയുള്ളൂ, പക്ഷെ എൻ്റെ പേര് സത്യസന്ധ നിൽക്കാറ്. ഓം ആ നാട്ടിലെ വലിയ ചീറ്റിങ്കാരനും വലിയ പിന്നെ പലിശ കച്ചവടക്കാരനും ആളുകളെ പറ്റിക്കുന്ന ആളൊക്കെ കേൾക്കാറ്. മനസ്സിലായില്ലേ?
ആ സാദിഖ് എന്നുള്ള ആ ഇസ്മ എന്തല്ല, ഹക്കല്ല. അങ്ങനെ അപ്പൊ പേരിട്ടുകൊണ്ടാണ് പേപ്പർ ശരി സാധിക്കും. ആ സാദിഖ് എന്നുള്ള ഇസ്മ ഓനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഹക്കല്ല. മനസ്സിലല്ലേ? അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്മുകളിലും അവന്റെ സിഫത്തുകളിലും അവൻ ആരാണ്? ഹക്കാണ്. എന്ന് പറഞ്ഞാൽ ഹക്കല്ലാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യാഥാർത്ഥ്യമല്ലാത്ത അല്ലെങ്കിൽ ഹക്കല്ലാത്ത ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർക്കപ്പെടുകയില്ല. അപ്പൊ അള്ളാഹു ഹക്കാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കൊണ്ടും അവന്റെ വിശേഷണങ്ങൾ കൊണ്ടും നാമങ്ങൾ കൊണ്ടും ഹക്കാണ്. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അള്ളാഹു അവന്റെ വഅദിലും വഈദിലും ഹക്കാണ്. വഅദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്ത ആളുകൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, തിന്മ ചെയ്ത ആളുകൾക്ക് ചില താക്കീതുകളും കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഹക്കാണ്. അത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ആയിരിക്കും. ഇന്നതുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. നമ്മളങ്ങനല്ല. ഇൻഷാ അല്ലാഹ് ആദ്യം പറഞ്ഞപ്പം പിന്നെ യജൂജ് മജൂജിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞല്ലോ. നമ്മൾ ഒരു തുറന്ന് അവസാനം എല്ലാ ദിവസവും വൈകുന്നേരം വരെ തുറക്കും. എന്നിട്ട് അത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എന്ത് ചെയ്യും? അതുപോലെ അതിൻ്റെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു, അത് പിറ്റേന്ന് അങ്ങനെ ആയില്ല. അവരെന്ത് ചെയ്തു? തുറന്ന് പുറത്തേക്ക് വന്നു. ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാർ നമ്മൾ ഒരു കാര്യം പിന്നെ പറഞ്ഞാൽ അത് ചെയ്യൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക? ഇൻഷാ അല്ലാഹ് നോക്കാറിയും. ആ ഉറപ്പാണ്, നമുക്ക് ചെയ്യൂല, ഞാനിത് പോകില്ല എന്നുള്ളതൊക്കെ ഉറപ്പാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇൻഷാ അല്ലാഹ് നോക്കാറ്. അത് വഅദിലുള്ള ബാദിലുള്ള ഹക്കല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാതെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഅദിലും വഈദിലും ഹക്കാണ്. വഅദ് എന്ന് പറഞ്ഞാൽ അവൻ നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞു. അതെന്താണ്? ഹക്കാണ്. തിന്മ ചെയ്ത ആളുകൾക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞു. അതെന്താണ്? ഹക്കാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അപ്പൊ അവന്റെ വാഗ്ദാനത്തിലും അവന്റെ മുന്നറിയിപ്പിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കാണ്. എന്ന് പറഞ്ഞാൽ ഹക്കല്ലാത്തൊരു കാര്യം അവൻ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഹക്കല്ലാത്തൊരു കാര്യം ഒരിക്കലും അവൻ ആളുകളോട് പിന്നെ താക്കീത് കൊടുക്കുകയും ചെയ്തിട്ടില്ല. ങ്ങളിലും അവന്റെ പിന്നെ മുന്നറിയിപ്പുകളിലും അവൻ ഹക്കായവനാണ്. ഇനി മറ്റൊരു വിഷയമുള്ളത് അൽ ഹഖു ഫി ശർഇഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ അവൻ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, ഖുർആനാണെങ്കിലും സുന്നത്താണെങ്കിലും അതെന്താണ്? ഹക്കാണ്. അഥവാ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഹദീസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? ഹക്കാണ്. കാരണം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞില്ല ലാ യഅ്തിഹിൽ ബാത്തിൽ. ആ ഖുർആനിലേക്ക് എന്ത് വരില്ല? ഹക്കിന്റെ ഓപ്പോസിറ്റ് എന്താ? ബാത്തിലാണ്. അപ്പൊ ആ വിശുദ്ധ ഖുർആനിലേക്ക് ബാത്തിൽ ഒരിക്കലും എന്ത് ചെയ്യൂല? കടന്നു വരൂല. അത് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. അപ്പൊ വിശുദ്ധ ഖുർആനുള്ള എല്ലാ കാര്യങ്ങളും ഹക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതും ഹക്കാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാണില്ല. പലതും നമുക്ക് കണ്ടെത്തിയിട്ടില്ല. ഹദീസിലൊക്കെ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം നമ്മൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഹക്കായോണ്ട്. ആ ഹക്ക് ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടോളുന്നില്ല. പക്ഷെ കാലങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? അത് ബോധ്യപ്പെടും. പക്ഷെ ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അതെന്താണ്? ഹക്കാണ്. അപ്പം ഇന്ന് ചില ആൾക്കാരുണ്ട്, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയണില്ല, എൻ്റെ ബുദ്ധിക്കത് മനസ്സിലാണില്ല, അല്ലെങ്കിൽ എനിക്കത് ഇപ്പം മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ശരിയല്ല. അങ്ങനെ ഉണ്ടാകും. അതാണ് ലാ യഅ്തിഹിൽ ബാത്തിലു. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യകളും മുഴുവൻ ഹക്ക്. അതാലിക്ക് പിന്നെ കാരണം ഹക്കായവരിൽ നിന്ന് ഹക്കല്ലാത്ത എന്തുണ്ടാവില്ല? ഒന്നുണ്ടാവില്ല. ഉറപ്പാണല്ലോ. ഹക്കായ അവന്റെ വാഗ്ദാനങ്ങളിലും എല്ലാം ഹക്കായവനിൽ നിന്ന് ഹക്കായത് മാത്രം. അപ്പൊ ഖുർആനും സുന്നത്തും ഹക്കാണ് എന്നതാണ് ഈ അള്ളാഹുവിന്റെ ഇസ്മ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ ഖുർആനിലൊരു ബാത്തിലുണ്ട് അല്ലെങ്കിൽ ഹദീസിൽ ഒരു ബാത്തിലുണ്ട് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ
അവൻ അള്ളാഹുവിൻ്റെ ഈ ഇസ്മിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ശരിക്ക് ചോദ്യം ചെയ്യുന്നത്. കാരണം അള്ളാഹ് ഹക്കായവനാണ്. ആ ഹക്കായവനിൽ നിന്ന് ഹക്കല്ലാത്തൊരു കാര്യം ഒരിക്കലും ജനങ്ങൾക്ക് ശരീഅത്തായിക്കൊണ്ട് കൊടുക്കുകയില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖളായിലും അതുപോലെ തന്നെ അവൻ്റെ ഖദറിലുമെല്ലാം ഹക്കാണ്. അഥവാ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഹക്കായ രീതിയിൽ മാത്രമേ നടക്കുള്ളൂ. ഒരു മനുഷ്യനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽമ് പ്രവർത്തിക്കുന്നില്ല. ഒരു മനുഷ്യർ ഇന്നല്ലാഹ ലാ യദ്ലിമു അബദൻ, ഒരു മനുഷ്യനോടും അള്ളാഹു ദുൽമ എന്ത് ചെയ്യില്ല. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു കാഫിറിനോട് പോലും അള്ളാഹ് എന്ത് ചെയ്യൂല. ഈവൻ ഇബ്ലീസിനോടടക്കം അള്ളാഹു ദുൽമ ചെയ്യുന്നവനല്ല. അവൻ്റെ കിബിറിനും അവൻ്റെ തെമ്മാടിത്തരത്തിനും അവൻ്റെ തിന്മക്കുമുള്ള കുറ്റമേ ശിക്ഷയെ അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ കൊടുക്കുള്ളൂ. അപ്പം ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിലൊക്കെ അതാണ് ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൻ വിശ്വസിക്കുന്ന ആദർശം അതെന്താണ്? പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ആദർശം എന്താ? ഹക്കല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹക്കാണല്ലോ. കാരണം അത് അള്ളാഹ് ഹക്കായതുകൊണ്ടാണ്. ആ ഇസ്ലാമും ആ ഈമാനും ഹക്കാണെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ക്ഷമിക്കാൻ നമുക്കതൊരു വലിയ ഊർജ്ജമാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ ഒരാൾക്ക് പീഡനം ഉണ്ടായി, പ്രയാസം ഉണ്ടായി, ബേജാറാകേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു ഹക്കിൻ്റെ പേരിലാണ് അവൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിലും ഒരു പ്രയാസത്തിലും അവൻ അകപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഈ ദുനിയാവിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഇത് ഈ ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, ക്ഷമിക്കാത്തവർക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ ചീത്ത പറയുന്ന അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഹക്കാണ് എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്നൊരു സമാധാനമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു അപകടം പറ്റി ഒരാൾ പറയണ ഞാൻ എന്നെ സഹായിച്ചുകൊണ്ട്, പക്ഷെ അവൻ സഹായിച്ചില്ല. പിന്നീട് അപകടം പറ്റി അവൻ പറഞ്ഞു ഞാൻ സഹായിച്ചില്ല. പിന്നെ അപകടം പറ്റി കഴിഞ്ഞാൽ പിന്നെ അവൻ പറയും ഞാൻ സഹായിച്ചോണ്ട്. അപ്പോൾ നമ്മളെന്താ പറയുക? എൻ്റെ സഹായിക്ക് വേണ്ട പറയും. കാരണം എന്താ? അവൻ്റെ സഹായത്തിൽ നമുക്ക് പ്രതീക്ഷയല്ല. കാരണം അവൻ്റെ വാഗ്ദാനം ഹക്കല്ല. പക്ഷെ അള്ളാഹ് പറയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ പ്രയാസം സഹിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു ആയതുകൊണ്ട് നമുക്കെന്ത് സമാധാനമുണ്ട്. ഒരിക്കലും അള്ളാഹ് എന്ത് ചെയ്യില്ല, അള്ളാഹുവിൻ്റെ വാക്കുകൾ ലംഘിക്കുന്നവനല്ല, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ അവൻ തടയുകയോ അല്ലെങ്കിൽ അവൻ തട്ടിക്കളയുകയും ചെയ്യുന്നവനും അല്ല. മാത്രവുമല്ല ഏതൊരു പ്രശ്നം വരുമ്പോഴും അള്ളാഹുവിൻ്റെ ശരീഅത്തിലേക്കാണ് നമ്മൾ ശരിക്കും മടങ്ങുന്നത്. അതാണ് ഹക്ക് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ കാണാം ഫൈൻ തനാസഅതും ഫി ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കാ മടങ്ങേണ്ടത്? അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലേക്കും. കാരണം ഇതിലുള്ളതാണ് ഹക്ക്. അതിലില്ലാത്ത ഏത് കാര്യങ്ങളിലും എന്ത് പറ്റാം? അബദ്ധങ്ങൾ സംഭവിക്കാം. അപ്പം ഈ ഖുർആനിലും സുന്നത്തിലും യാതൊരു അബദ്ധവും ഇല്ല എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ആശ്വാസം എന്താണ്? ചെറുതാണോ? അല്ലല്ലോ. ലോകത്ത് നിങ്ങൾ ആലോചിച്ച് ക്രിസ്ത്യാനികളുടെ ബൈബിള്, ആ ബൈബിളിൻ്റെ ഒന്നാമത്തെ വാചകം എന്താണ്? ആദിയിൽ ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചു, ആ പ്രകാശത്തിൽ നിന്ന് പിന്നീട് സൂര്യനുണ്ടാക്കി. അതായത് പ്രകാശത്തിൻ്റെ സ്രോതസ്സ് സൂര്യനാണ്. മാത്രമല്ല അതിൽ കഴിഞ്ഞ് പിന്നെ അവസാനം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം 7ാമത്തെ ദിവസം വിശ്രമിച്ചു എന്നാണ്. 7ാമത്തെ ദിവസം എന്ത് ചെയ്തു? വിശ്രമിച്ചു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ദൈവം എന്നാണെങ്കിൽ റെസ്റ്റ് എടുത്ത് ഞാൻ കുഴങ്ങിക്കളഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് പഠിച്ചോനാ? അപ്പോൾ ഒരു മതവേദഗ്രന്ഥത്തിൻ്റെ ഒന്നാമത്തെ വാചകം തന്നെ എന്താണ്? പൊട്ടത്തരാണ്. കാരണം മനുഷ്യന്മാർ ഗതി ഉണ്ടാക്കിയതാണ്.
അപ്പോൾ അതേ സമയത്ത് ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം നമുക്ക് ധൈര്യത്തിൽ ആടെ മുമ്പിൽ പറയും, ഈ ഖുറാനിൽ ഒരു അബദ്ധം ഉണ്ടെങ്കിൽ കാണിച്ചോണ്ട, അല്ലെങ്കിൽ സ്വഹീഹായ റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഒരു അബദ്ധം ഉണ്ടെങ്കിൽ കാണിച്ചോണ്ട എന്ന് ധൈര്യത്തിൽ പറയാം. അതാണ് ദാലിക ബിഅന്ന അല്ലാഹുൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഹക്കാണ് എന്ന് പറയുമ്പോൾ അവനിലൂടെ ഉണ്ടായിരിക്കുന്ന ശരീഅത്തുകളും അവൻ്റെ ഇസ്മുകളും അവൻ്റെ ദീനും അവൻ്റെ ഖുറാനും അവൻ്റെ സുന്നത്തും എല്ലാം ഹക്കാണ് എന്നൊരു ഇത്മിനാൻ, ഒരു ആശ്വാസം ഒരു വിശ്വാസിക്കുണ്ടാകും. പിന്നെ അല്ലാഹു പറയാണ് വഅന്നഹു യുഹ്യിൽ മൗത, അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. മരിച്ച ആളുകൾക്ക് ജീവൻ നൽകുന്നവൻ ആരാണ്? പടച്ചവനാണ്. കാരണം ജീവൻ എന്ന് പറഞ്ഞാൽ ഹയാത്തുമായി ബന്ധപ്പെട്ടതാണ് ആണല്ലോ. അൽ ഹയ്യ് ആരാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യ്. അൽ ഹയ്യ് ആണ് ഹയാത്ത്. അൽ ഹയ്യ് എന്നുള്ള ഇസ്മിൽ നിന്നാണ് എന്തുണ്ടായത്? അൽ ഹയാത്ത്. അപ്പോൾ അൽ ഹയാത്ത് എന്ന ജീവൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയൊരു പടപ്പാണ്. അതുകൊണ്ട് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ഈ ഹയാത്തിനെ ഉണ്ടാക്കിയതാരാ? അല്ലാഹ്. ഈ ഹയാത്തിനെ ഉണ്ടാക്കിയവനെ ഹയാത്ത് കൊടുക്കാൻ കഴിയുള്ളൂ ആണല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ ഈ മാലയിലൊക്കെ ഉണ്ട് കേട്ടോ, മൊയ്തീ ഷേഖ് പിന്നെ കൊന്ന് പറഞ്ഞ് അവ മരിച്ചവർ ജീവിച്ചു വന്നു. മാത്രമല്ല ചത്ത കോകിയുടെ എല്ലിനോട് കൊന്ന് പറഞ്ഞപ്പം എല്ല് കൂകി പറന്നോവർ എന്നൊക്കെ ഉണ്ട്. കോവറാണ്, ഒതുങ്ങാത്തതാണ്. മനസ്സിലായില്ലേ? ഖുറാനിലൊന്നും ഓവർ ഉണ്ടാവില്ല, ഹദീസിൽ ബാക്കിയുള്ളതൊക്കെ ഓവർ ആയിക്കാരം. ചത്ത ഈ കോഴിയുടെ എല്ലിനോട് പിന്നെ പാറാന്ന് പറഞ്ഞപ്പം കൂകി പറന്നോവർ എന്നാണ് മൊയ്തീ ഷേഖേ. മനസ്സിലായില്ലേ? ഈ മൊയ്തീ ഷേഖർ അള്ളാന്റെ പടപ്പാണ്. മനസ്സിലായില്ലേ? പിന്നെ മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് അള്ളാഹു കൊടുത്തൊരു മുഅ്ജിസത്തായിരുന്നു മരിച്ചവർ ജീവിപ്പിക്കുക. പക്ഷെ അത് ഈസാ നബി ഉദ്ദേശിക്കുമ്പോൾ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശപ്രകാരമാണ്. കുംബി ഇതിനി എന്നല്ല, കുംബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ ഇതിനോട് കൂടി നീ എഴുന്നേറ്റ് വരിക. അപ്പം അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് ജീവിപ്പിച്ച് വരിക. മനസ്സിലായില്ലേ? അതല്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് തോന്നുന്നവരൊക്കെ ജീവിപ്പിക്കാൻ കഴിയും എന്ന അർത്ഥത്തിൽ അല്ല. എന്നിട്ട് ആ ഈസാ നബി എന്ത് ചെയ്തിട്ടുണ്ട്? ഇനി മരിക്കൂലേ? മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന മുഅ്ജിസത്ത് കിട്ടി ഈസാ നബി എന്ത് ചെയ്യും? മരിക്കുമല്ലോ. ഇപ്പൊ മരിച്ചിട്ടില്ല, ഇപ്പൊ എന്ത് ചെയ്യും? മരിക്കും. അപ്പൊ അൽ ഹയാത്ത് എന്നുള്ളത് ജീവൻ കൊടുക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള ഒരു സിഫത്താണ്. പക്ഷെ ഇന്ന് നമ്മളെ ആളുകൾ എന്താ വെച്ചാൽ അത് ഔലിയാക്കന്മാർക്കും കഴിയും, അമ്പിയാക്കന്മാർക്കും കഴിയും. ഇപ്പം CM മടവൂര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചൊരു പെണ്ണിനെ ജീവിപ്പിച്ചു എന്നുള്ളൊരു കള്ളക്കഥ ഉണ്ട്. ഒക്കെ അവിടെ പറയലാണ്. പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ പിന്നെ ഒരു നോട്ടീസിങ്ങനെ വരും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തലയിൽ മുഴുവൻ ആണി, തബലീഗാനാണ് സാധാരണ പറഞ്ഞത്, തലയിൽ മുഴുവൻ ആണി തറച്ചിട്ട് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങോട്ട് നോട്ടീസ്. അപ്പോൾ തലയിൽ മുഴുവൻ ആണി, കബറിന്ന് ഒച്ച കേട്ടപ്പം കബർ തുറന്നു നോക്കി. അപ്പോൾ കബർ തുറന്നു നോക്കിയപ്പം പിന്നെ ജീവുള്ള ഒരാൾ തലയിൽ നിറച്ചാണി ഇങ്ങനെ അടിച്ച് കയറ്റിക്കണ്. അപ്പം ഇങ്ങോട്ട് പിന്നെ ആൾ വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന്, മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അങ്ങനെ പറയാം, ചിലർ കേട്ടിണേലോ അങ്ങനെയല്ലോ എന്ന് പറഞ്ഞ് അവസാനം പിന്നെ നിസ്കരിക്കാത്തവൻ ഏനിയല്ലോ. അപ്പം ഈ നിസ്കരിക്കാത്തവൻ ഏനിയല്ലോ എന്ന് പറയാനാണ് ഈ കള്ളക്കഥ ഉണ്ടാക്കണത്. ഇതുപോലെ മെഡിക്കൽ കോളേജിൽ പെണ്ണിനെ CM മടവൂർ ജീവിപ്പിച്ചണേലോ. വെറുതെ നോണ പറയാം. എന്നിട്ട് CM മടവൂർ മരിച്ചില്ലേ? ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഈ അബദ്ധങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ, അള്ളാഹുവിൻ്റെ കഴിവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ചും പടച്ചോനെ പറ്റി പഠിക്കാത്തതുകൊണ്ടാണ്. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ എങ്ങനെ ശിർക്ക് ചെയ്യും? നിങ്ങൾ ആലോചിക്കാൻ ശിർക്കാൻ കഴിയും? ഈ അള്ളാഹുവിൻ്റെ കഴിവും, അതാണ് അടുത്ത അതിൽ പറയും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിൻ്റെ കഴിവും സൃഷ്ടികളുടെ കഴിവും മനസ്സിലാക്കിയ ഒരാൾക്ക് അള്ളാഹിൻ്റെ കഴിവിൻ്റെ മുമ്പിൽ എന്ത് സൃഷ്ടികളുടെ കഴിവ്? ആ പടച്ചോണ്ടാകുമ്പോൾ എന്തിനെ ദുർബലനോട് ചോദിക്കണം എന്നിട്ട് ചിന്തിക്കുക. അപ്പോൾ പടച്ചോനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല, പടച്ചോനെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. പടച്ചോനെ പറ്റി മനസ്സിലാക്കിയതൊക്കെ അബദ്ധവും അതുപോലെ തന്നെ പിഴച്ചതുമായ വിശ്വാസങ്ങളാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളില്ല, കണ്ണില്ലാതെ കാണുന്നവൻ, കാതില്ലാതെ കേൾക്കുന്നവൻ ഒക്കെയാണ് നമ്മൾ പഠിപ്പിച്ച് മദ്രസയിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ടെന്താ വെച്ചാൽ യുക്തിവാദികൾക്ക് വേഗം ഒരു യുക്തിവാദം പ്രചരിപ്പിക്കാൻ
സാധിച്ചു. അപ്പം നമ്മൾ അബദ്ധങ്ങളാണ് പടച്ച റബ്ബിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക. അപ്പം വിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹിനെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശിർക്കാണെന്ന് കഴിയും. അതാണ് വഅന്നഹു യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു പറയാണ് വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് പടച്ചവൻ. അലാ കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞു. കുല്ല് എന്ന് പറഞ്ഞ ഉമൂമാണ്. ഷൈഅ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അതിന് മുഴുവൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് വിശുദ്ധ ഖുർആനിൽ 40-ലധികം സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് ഒരു സ്ഥലത്ത് പറഞ്ഞാൽ തന്നെ മതി. പക്ഷെ അത് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് പടച്ചോൻ. ഇപ്പം നമ്മൾ സൂറത്ത് താഹ പഠിച്ചല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ കടന്നു അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പഠിച്ചു. അള്ളാഹുവിൻ്റെ എത്ര അത്ഭുതങ്ങൾ അവിടെ കണ്ടു. ഒരു വടി നിർത്തിട്ടപ്പോൾ പാമ്പായി, കശ തീർത്തിട്ട് വെളുപ്പായി. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടികൾ, മൂസാ നബിൻ്റെ വടി മറ്റൊരു സാഹിർമാരൊക്കെ വിഴുങ്ങി. പിന്നെ അള്ളാഹുവിൻ്റെ എത്ര അത്ഭുതങ്ങൾ. ഒരു വടി കൊണ്ട് പാറമേലടിച്ചപ്പോൾ 12 അരുവികൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ. ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരിലേക്ക് പിന്നെന്ത് ചെയ്യണ്ട, പിന്നെ പോകേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള, ഞാൻ ആരാധിക്കുന്ന പടച്ച റബ്ബ് ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നിവർത്തിച്ചു തരാൻ കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തിനാണ് അവന് നിരാശപ്പെടേണ്ട ആവശ്യം? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ഏത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും പടച്ചവൻ എന്ത് ചെയ്യും? കഴിയും. അപ്പോൾ ചില യുക്തിവാദികൾ ചോദിക്കും, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെങ്കിൽ ഒരേ സമയം നീണ്ടതും ഒരേ സമയം കുറുകിയതുമായ ഒരു കാര്യം ഉണ്ടാക്കാൻ പടച്ചവനും കഴിയോ? ഒരേ സമയം വെളുപ്പും ഒരേ സമയം കറുപ്പുമായൊന്നുണ്ടാക്കാൻ പടച്ചവന് കഴിയോ? മനസ്സിലായില്ലേ? അത് യഥാർത്ഥത്തിൽ അല്ല, അത് മുഹാലാണ്. മുഹാൽ എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ ഒന്ന്. അസംഭവ്യമായ ഒന്ന് ഉണ്ടാവുകയില്ല, പിന്നെ ഉണ്ടാക്കല്. മനസ്സിലായില്ലേ? അതിന് മുഹാൽ എന്ന് അറബി പറയാം. അസംഭവ്യമായ ആ ചോദ്യം തന്നെ എന്താണ്? പൊട്ടത്തര. ആ ചോദ്യം തന്നെ എന്താണ്? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഷൈഅ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിന് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യാൻ. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹിനെ പോലെ മറ്റൊരു അള്ളാഹ് ഉണ്ടാക്കാൻ കഴിയുമോ? ചോദിക്കാൻ പറ്റുമോ? നഊദു ബില്ലാഹി മിൻ ദാലിക്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാത്ത കാര്യമാണ്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ചെയ്യാത്ത അവൻ്റെ ധാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവരാണെന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യമാണെങ്കിൽ അതാണ് ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. ആദം നബിനെ ഉണ്ടാക്കിയില്ലേ, ഈസാ നബിനെ ഉണ്ടാക്കിയില്ലേ? മാത്രമല്ല, ഏതൊരു ആകാശങ്ങളെയും എന്ത് അള്ളാഹു ഉദ്ദേശിച്ചാലും കുൻ എന്ന് കെലിമത്ത് പറഞ്ഞാൽ അത് ഉണ്ടാകും. ആ കുന്നതാണ് മൊയ്തീൻ ശേഖിന് വഹിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളാൾക്കാർ കുന്നെന്ന് ചെല്ലുകിൽ ആകും അതെന്നോ പറഞ്ഞു. അള്ളാഹ് കുന്ന് പറഞ്ഞാൽ ഉണ്ടാവുമെങ്കിൽ മൊയ്തീൻ ശേഖ് കുന്ന് പറഞ്ഞാലും ഉണ്ടാവുമെന്നാണ് നമ്മൾ ചില ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പം അതാണ് പറഞ്ഞത് അള്ളാഹു എല്ലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് എല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ കഴിവുള്ളവനാണ്. ഇത് മനസ്സിലാക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അള്ളാഹുവിൻ്റെ കഴിവിനെ സംബന്ധിച്ച് അവന് നിരാശയില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങൾ റസൂലുള്ളാഹി സഹാബത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, പ്രവാചകന്മാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചെങ്കടൽ പടർന്നല്ലോ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭത്തിൽ ശത്രുക്കൾ റസൂലുള്ളാഹിൻ്റെ ഗുഹാമുഖത്ത് വന്ന സന്ദർഭത്തിൽ എന്താ ചോദിക്കണത്? നമ്മൾ പിടിക്കപ്പെടില്ല. അപ്പുറം അല്ലാഹു സാലിസുഹുമ, മൂന്നാമതായി പടച്ചോനുള്ള രണ്ടാളുകളെ സംബന്ധിച്ച് എന്തിനാണ് നിനക്ക് പേടിയെന്നാണ് ചോദിക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച്
എത്ര വലിയ പ്രയാസത്തിലും പ്രയാസത്തിൻ്റെ നടുക്കടലാണെങ്കിലും എൻ്റെ കൂടെ എൻ്റെ പടച്ചോണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചെങ്കടലിൻ്റെ മുമ്പ് നിൽക്കുകയാണ്, ബാക്കിൽ ഫിറൗനാണ്, മുന്നിൽ കടലാണ്. നമ്മളാണ് എന്താ പറയുക, ഇനി നമ്മളെ കൗമാണെങ്കിൽ ഇനി വിളിക്കാത്ത ഔലിയാക്കന്മാരും വിളിക്കാത്ത അമ്പിയാക്കന്മാരും ജാറും ഉണ്ടാവില്ല. മൂസാ നബിന്റെ കൗം പറയാണ് ഇന്നാല മുദ്റകൂൻ, കഴിഞ്ഞ് നമ്മൾ പിടിക്കപ്പെട്ടു. മൂസാ നബി എന്താ പറഞ്ഞു? പേടിപ്പിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദി. അതാണ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അല്ല എൻ്റെ കൂടെ എൻ്റെ വടി ഉണ്ട് എന്നല്ല. ആ വടി കൊണ്ട് പല അത്ഭുതങ്ങളും മൂസാ നബി കണ്ടിട്ടുണ്ട്, മൂസാ നബി ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ മൂസാ നബി എന്താ പറഞ്ഞത്? എൻ്റെ കൂടെ എൻ്റെ വടി ഉണ്ട് എന്നാ. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദി. കാരണം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് അത്ര ഉറപ്പാണ്. എന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും പടച്ചവന് കഴിയും. അപ്പോൾ ആ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ഈമാൻ ഒരു വിശ്വാസിക്ക് നൽകുന്ന തുമഅനീനത്ത്, ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഈമാനുമായി ബന്ധം. അതുകൊണ്ടാണ് ശരിക്കും തൗഹീദുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. തൗഹീദ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എല്ലാം പേടിക്കാരം, എല്ലാം പേടി. ഇപ്പോൾ വീടുണ്ടാക്കുമ്പോൾ, അടുക്കള ഉണ്ടാക്കുമ്പോൾ പേടിയാണ്. പഠിച്ചവൻ അടുക്കള ഇങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞാൽ. ഇപ്പോൾ ഇപ്പോഴത്തെ മൂല്യന്മാരൊക്കെ ഓരോ യൂട്യൂബിൽ നിന്നൊക്കെ ഓരോ ശനിയാഴ്ച ഡ്രസ്സ് വാങ്ങാൻ പാടില്ല, തിങ്കളാഴ്ച മറ്റേ ഓരോ ലിസ്റ്റൊക്കെ ഉണ്ട്. ഓരോ ദിവസവും നാസ. ഇപ്പം നിങ്ങൾ ഏത് കലണ്ടർ എടുത്ത് നോക്കി, എല്ലാം നാസ. റബിയുൽ അവ്വലാണ് ഫർണിച്ചർ മറ്റൊക്കെ കൂടിയിരിക്കണം. ഇനി പണി തീരാത്ത വീട് റബിയുൽ അവ്വൽ കൂടിയിരിക്കും. കാരണം എന്താ പറയുക, അന്ധവിശ്വാസം റബിയുൽ അവ്വൽ കൂടിയിരുന്നാൽ ഭയങ്കര ഐശ്വര്യം ഉണ്ടാവുന്ന. മനസ്സിലായത്? ഇപ്പോൾ അടുക്കളൻ്റെ ഭാഗം ഇങ്ങോട്ടാണെങ്കിൽ പോക്കരും ഉണ്ടാവില്ല. കിണർ ഇന്ന സ്ഥലത്താണ്, അതുപോലെ തന്നെ അടുക്കള ഇന്ന സ്ഥലത്താണ്. ഒരു വീടെടുക്കുമ്പോൾ എന്താ നമുക്ക് നോക്കണം? നല്ല കാറ്റും വിളിച്ചുള്ള സ്ഥലം നോക്കണം. കിബില നിസ്കരിക്കാൻ പാകത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര നല്ലത് നോക്കിയാൽ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 വീടുണ്ടായിരുന്നു, ഹുജറാത്ത്. നബി മറ്റേ പൂക്കര് നോക്കിയിട്ട് ഉണ്ടാക്കി അല്ലല്ലോ. ഇതൊക്കെ ഹൈന്ദവ വിശ്വാസമാണ്. നിങ്ങൾ അടിച്ച് 99% വീടിലും കൂടിയിരിക്കുമ്പോൾ പാലച്ചു ഇല്ലേ? പാലച്ചില്ലേ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ മനസ്സിലാക്കിയിരുന്നതിനെ പാലച്ചു. എന്തിനേയും പാലച്ചെന്നറിയാം? അത് ഹൈന്ദവ വിശ്വാസമാണ്. ഈ പാല് കാച്ച മാത്രമല്ല, പാല് കാച്ചിട്ട് തിളച്ചിട്ട് പോകണം, പുറത്തേക്ക് പോകണം. പണ്ടൊരു മുജാഹിദിൻ്റെ വീട്ടിൽ കൂടിയിരുന്നപ്പം ആദ്യം പാലച്ചി ആദ്യം പാലച്ചിന് വെള്ളം വെച്ചാൽ അല്ല, ഏതായാലും ചായ ഉണ്ടാക്കുമ്പോൾ പാല് കാച്ചണ്ടേ, അപ്പോൾ ആദ്യം പാലായിക്കോട്ടെ. അപ്പോഴും വിശ്വാസം ഉണ്ട് ഉള്ളിൽ. ആലോചിക്കുകയാണ്, ഏതായാലും ചായക്ക് പാല് കാച്ചണല്ലോ, എന്നാൽ പിന്നെ വെള്ളം വെക്കുന്നതിന് മുമ്പ് ആ പാലുണ്ടായിക്കോട്ടെ. അത് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈമാൻ ഉള്ളിലേക്ക് ഇറങ്ങാറ്റാണ്. നിസ്കാരം കഴിഞ്ഞ് നമ്മളെന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അള്ളാഹ് നീ തന്നത് തടുക്കാൻ ഒരാൾക്കും കഴിയില്ല, നീ തടുത്തത് തരാനും ഒരാൾക്കും കഴിയില്ല. അപ്പോൾ ശരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഈമാൻ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരു പേടിക്കാനില്ല. വിശ്വാസം എന്ത് വന്നാലും അമ്മാ അസാബി മുസീബത്തില്ല ബീദില്ല, അതാണ് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ. ഇപ്പോൾ രോഗം വന്നു, ആ രോഗം ഇപ്പം ജാമ്യയിൽ നിങ്ങൾ അറിയില്ല, ജാമ്യയിൽ ഒരു കുട്ടിയുടെ ഉമ്മ PG പഠിക്കുന്ന കുട്ടി, തിരുവനന്തപുരത്തുള്ള, പെട്ടെന്ന് ക്യാൻസർ 4th സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. തിരുവനന്തപുരം RCCയിലൊക്കെ കൊണ്ടുപോയി. അവസാനം ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വീട്ടിൽ. പെട്ടെന്നൊരു ഷോക്കായി. ആകെ 2 മക്കളുള്ളൂ. അങ്ങനെ ഇവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മക്കളെ പ്രാർത്ഥന പ്രത്യേകിച്ചും പഠിച്ചവൻ എന്ത് ചെയ്യൂല, തട്ടൂല. ഇവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേന്ന് ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് വരാൻ പറഞ്ഞു. ചെക്കപ്പ് നടത്തി. 4th സ്റ്റേജിലുള്ള ക്യാൻസർ നടന്നു. കഥല്ല കേട്ടത്, ഇതുള്ള സംഭവം. മറ്റേ ഒരു കഥ പറഞ്ഞ ആ കഥല്ല ഇത്. മറ്റേ ഔലിയാക്കന്മാർക്ക് ഈ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ കഥല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു മഹത്വം പറഞ്ഞു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. RCCയിൽ ചെന്നു. ഒന്നും ജാമ്യ PG പഠിക്കണ്ട കുട്ടി. നോക്കുമ്പം
ഡോക്ടർമാർ സ്കാനിങ് എടുത്തപ്പോൾ ഒന്നും കാണില്ല. 3 പ്രാവശ്യം വീണ്ടും സ്കാനിങ് എടുത്തു. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം RCC ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണല്ലോ. അവർ ഡോക്ടർമാർ മീറ്റിംഗ് കൂടി. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. കാരണം ക്യാൻസർ 4th സ്റ്റേജിലെത്തിയ ഒരാൾ ഒരു തരിമ്പ് പോലും ക്യാൻസർ ലക്ഷണങ്ങൾ കാണാനില്ല. അവർക്ക് അത്ഭുതമായി. RCCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം. ഞാൻ പോയതാണ്. പോയ ആളുകളുണ്ടാവില്ല. 100 കണക്കിന് ക്യാൻസർ രോഗികൾ നിത്യം വരുന്നു. ഞാൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന പടച്ചോൻ്റെ മനസ്സ് തുറന്ന് പറഞ്ഞാൽ ലഭിക്കാത്ത ഒന്നും ഇല്ല. അതാണ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. 4ാം സ്റ്റേജിലുള്ള ക്യാൻസറും പടച്ചോന് മാറ്റാൻ കഴിയും. പക്ഷെ പടച്ചോനോട് ചോദിക്കണം എന്നാണ്. മനസ്സിലല്ലേ? അള്ളാഹിനോട് ചോദിച്ചാൽ എന്ത് ചെയ്യും? പടച്ചോൻ തരും. പക്ഷെ നമ്മളിപ്പോഴാണ് ചോദിക്കണം. എപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ മുജാഹിദീങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പടച്ചോനോട് ചോദിക്കുള്ളൂ. പക്ഷെ പടച്ചോനോട് എന്തില്ല? ചോദിക്കില്ല. നമ്മൾ ഭയങ്കര വാദമാണ്. ആ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം ശരിയാണ്, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ. പക്ഷെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കലുണ്ടോ? നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പായല്ലേ, അല്ലെങ്കിൽ തോണ്ടല്ലേ മുപ്പേ ഒരു ദിക്കറും കൂടി സമയമില്ല നമുക്ക്. മറ്റൊരു കൂട്ടപ്രാർത്ഥനയെങ്കിലും ഉണ്ട് ബിദഅത്ത്. അത് ബിദഅത്താന്ന് പറഞ്ഞ ആൾക്കാരുന്ന സുന്നത്തായ പ്രാർത്ഥന ഉണ്ട്. ഞാൻ പറഞ്ഞ ആക്ഷേപിക്കാനല്ല, ഹഖീഖത്താ ഞാൻ പറഞ്ഞു. നമ്മൾ ഖുൽ മാ യഅബുബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് നിങ്ങൾ പരിഗണിക്കുന്നില്ല. അള്ളാഹ് നിങ്ങൾ പരിഗണിക്കുന്നില്ല. അപ്പം നമ്മളെല്ലാം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പിന്നെ റസൂലുള്ളാഹി പറഞ്ഞത് ചോദിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ചോദിക്കാത്തതാണ് അള്ളാഹ്ക്ക് അനിഷ്ടം. അടിമകളോട് തിരിച്ചാണ്. അടിമകളോട് ചോദിക്കുന്നവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, ചോദിക്കാത്തവർക്ക് ഇക്കാലം നമ്മൾ ആദ്യം നോക്കി പിരിവാരനാണ്. ആ പിരിവാരനല്ലേ സമാധാനമായി. വീട്ടിലേക്ക് ഒരാൾ വരുമ്പോഴേ റെസിറ്റ് കൊണ്ടാണ് വരുന്ന വെച്ചെങ്കിൽ നമുക്ക് വലിയ സമാധാനം ഉണ്ടാവും. റെസിറ്റ് ഒന്നും അല്ലെങ്കിൽ കല്യാണം പറിച്ചതിനൊക്കെയാണ് പറഞ്ഞാൽ വലിയ സമാധാനിക്കാൻ നിറം കൊടുക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ ചോദിക്കുന്ന നിറം മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്ത കാര്യം. അള്ളാഹിനെ സംബന്ധിച്ച് ചോദിക്കാതിരിക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ അള്ളാഹിനെ നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതാണ് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും കഴിവ്. അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശിർക്ക് ചെയ്യാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ പടച്ചോലിൽ പിന്നെ തവക്കുലാക്കിയാൽ മതി. എനിക്കെല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ വേറെ നേരം തവക്കുലാക്കണം? അപ്പം നമ്മളെ ആൾക്കാർ മന്ത്രിച്ചൂതി കെട്ടണതാണ്. മന്ത്രിച്ചൂതി കെട്ടും. ഇപ്പം ഈ പ്രസവിച്ച പുതിയ കുട്ടികളൊക്കെ പിന്നെ എന്താ പറയുക, അരയും നോക്കണ്ടി എന്താണ്ടാകുക, ഒരു കറുത്ത ഷർട്ടാണ്. എന്തിനാണ് ട്രൗസറും കൂടി എടുക്കാത്തായിട്ട് എനിക്കങ്ങനെ കറുത്ത. ഈ പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ വലിയപ്പാരൊക്കെ ചരട്ടിട്ട് അത് നമ്മൾ തുണി എടുക്കുമ്പം തുണി എടുക്കാൻ അന്ന് തുണി എടുത്താൽ നിൽക്കില്ലല്ലോ. അന്നത്തെ പോലെ ട്രൗസറും പാൻറ്റൊന്നും അത്ര ഇല്ല. അപ്പോൾ തുണി എടുക്കാൻ വേണ്ടി കറുത്ത ചരട്ടുണ്ട്. വെറുതെ ഇട്ട് പറഞ്ഞാൽ കുട്ടിയേക്കോ ഇന്നമല്ല ആമാല് പിന്നെയാത്താണ്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ചരട്ടിട്ടിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് കെട്ടണം നോക്കണം. അതായത് മൂലയിൽ മന്ത്രിച്ചൂതി കൊടുത്താണെങ്കിൽ, അല്ലെങ്കിൽ വേറെ കണ്ണീറിട്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനൊക്കെ ആണെങ്കിൽ അതിന് യാതൊരു തെളിവില്ല. ചിലക്കാർ ഇവിടെ കുത്തറും പിന്നെ കയ്യുമ വളടും, കറുത്ത വളടും, അതിന് യാതൊരു. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എല്ലാത്തിനും കഴിവില്ലവണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുലാണ് തവക്കുൽ ചെയ്യേണ്ടത്. പിന്നെ വേറൊന്നിനും തവക്കുൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയിലും അവൻ തവക്കുലാക്കാൻ പാടുള്ളതല്ല. ചില വണ്ടിമേലൊക്കെയാണ് തവക്കൽ തോലല്ലാ ഉണ്ടാവും, വണ്ടിയിൽ CM മടവൂരുന്നുണ്ടാവും. തവക്കൽ പേരൊക്കെ ഇപ്പോൾ ബസ്സിൻ്റെ പേര് തവക്കൽ നീക്കാരം, അതിമ CM മടവൂരൊന്നുണ്ടാവും. അത് തവക്കുലാണ്. സൃഷ്ടികളിൽ തവക്കുലാക്കാൻ പാടില്ല. കാരണം സൃഷ്ടികൾ മുത്തവക്കീലല്ല, തവക്കുലാക്കപ്പെടുന്നവനല്ല. വക്കീലാരാണ്? പടച്ചവനാണ് വക്കീൽ. നിഅമൽ മൗല വ നിഅമൽ വക്കീൽ എന്നുള്ള. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് പറയുന്നത് വഅന്ന സഅത ആതിയതു ലാ റൈബ ഫീഹാ. ഖിയാമത്ത് നാൾ സംഭവിക്കും. വഅന്ന സഅത ആതിയതുൻ, നിശ്ചയമായും ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെ ചെയ്യും.
അതിൽ ലാ റൈബ ഫീഹാ, അതിൽ ഒരു സംശയവും ഇല്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിൽ കണ്ട് ഉറപ്പിക്കേണ്ട കാര്യം. ഇപ്പം ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ സംശയം. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ എന്തിനാ പേടിക്കണം, ഖിയാമത്ത് നാളിന് കുറേ കാലല്ലേ. മൻ മാത ഫഖദ് ഖാമത്ത് ഖിയാമത്തുഹു, നമ്മളെ മരണം എന്നാണോ അന്നാണ് നമ്മളെ ഖിയാമത്ത്. ശരി, നമ്മൾ എന്നാണോ മരിക്കുന്നത് അന്നാണ് നമുക്കുള്ള ഖിയാമത്ത്. ലോകത്തിൻ്റെ ഖിയാമത്ത് വേറുണ്ട്, ഖിയാമത്തുൽ കുബ്ര, അതും സംശയമില്ല. നമ്മുടെ ഖിയാമത്തിന് നമുക്ക് എന്ത് വേണ്ട, സംശയം വേണ്ട. റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചില്ലേ? കാരണം ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഉപകാരമുണ്ടായി ഉള്ളൊരു മനുഷ്യനാണ് ആര്? ജനങ്ങൾക്ക് ലോകാവസാനം വരെ ജീവിച്ചാൽ അത്രയും ഹൈറും ബർക്കത്തും കിട്ടുന്ന ഒരു വ്യക്തിയാണ് ആര്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക മയ്യത്തും വഇന്നഹും മയ്യത്തും. അപ്പോൾ റസൂൽ വരെ മരിച്ച്. അപ്പോൾ നമ്മളൊക്കെ ഏതായാലും മരിക്കേണ്ടവരാണ്. അതാണ് വഅന്ന സഅത, ലോകത്തിനൊരു അന്ത്യമുണ്ട്, അതുപോലെ നിങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്. ലാ റൈബ ഫീഹാ, അതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അതിലിപ്പോൾ ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് വരെ ഇപ്പോൾ സംശയമല്ല. കാര്യം പറഞ്ഞത് വെച്ചാൽ അടുത്ത കാലത്ത് തന്നെ സൂര്യനൊക്കെ പൊട്ടിത്തെറിക്കും, അതുപോലെ തന്നെ സൂര്യൻ കൂട്ടിയിടിക്കുന്നവർക്ക് പറഞ്ഞു. ഖിയാമത്ത് പറയില്ല, ഈ പ്രപഞ്ചത്തിനൊരു അന്ത്യമുണ്ട് എന്ന്. അപ്പോൾ ബിഗ് ബാങ് തിയറി അത് ശരിയോ തെറ്റെന്നുള്ള വേറെ കാര്യം. പിന്നെ ആ തിയറിയിലും പറഞ്ഞെന്താ, ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, വികസിച്ച് ഇപ്പോൾ ബലൂൺ വികസിച്ച് നമ്മൾ ഊതിക്കഴിഞ്ഞ് കാറ്റടിച്ചാൽ അവസാനം കേട്ടോ എന്നിട്ട് പൊട്ടും. അതിൻ്റെ വികസനത്തിൻ്റെ പരിധിയുണ്ട്. ആ പരിധി വിട്ട അഭിനന്ദിയാണ് പൊട്ടിത്തകരും. ഇതുപോലെ പ്രപഞ്ചം തകരും എന്നാണ് ഇപ്പം ശാസ്ത്രം പഠിച്ച ആളുകൾ പലരും പറഞ്ഞത്. പക്ഷെ നമുക്കിനി ശാസ്ത്രം പറഞ്ഞില്ലെങ്കിലും അല്ലാഹ് പറയാണ് വഅന്ന സഅത ആതിയതു ലാ റൈബ ഫീഹാ, ഖിയാമത്ത് നാൾ സംഭവിക്കും, അതിൽ ഒരു സംശയം ആർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്നൊരു നമ്മുടെ മരണം സംഭവിക്കും. ആ മരണത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ, പിന്നെ ചെറുപ്പത്തിൽ മരിക്കുന്ന ആളുകളുണ്ട്, അവസാന ആയുസിൻ്റെ ഇല അർദലിൽ ഉമർ, ഒരു അർദൽ ഉമറിലേക്ക് മടക്കിയിട്ട് അവിടെ മരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. വേഗത്തിൽ മരിക്കുന്നവരുണ്ട്, നേരം വൈകി മരിക്കുന്നവരുണ്ട്. ആരും മരിക്കാതിരിക്കില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച് പറയുക ദായിഖത്ത് എന്നാണ്, ടേസ്റ്റ് ചെയ്യുന്ന. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആവില്ല മരണം ഉണ്ടാകുക. വിശ്വാസികൾക്ക് നല്ല മരണമായിരിക്കും, സത്യനിഷേധികളായ ആളുകൾക്ക് മോശപ്പെട്ട മരണമായിരിക്കും. അതാണ് വഅന്ന സഅത ആതിയത്തുൻ. ഖിയാമത്ത് നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പല പേരുകളിലും വിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത്, സഅത്ത് എന്ന് ശരിക്കും സമയം എന്നർത്ഥം. ആ സമയം ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നമ്മുടെ മരണം നമുക്ക് ഇവരുണ്ട്. ഇപ്പോൾ ഇതിരിക്കുന്ന ഓരോരുത്തർക്കും നമ്മളെ മരണത്തിന് ഡേറ്റ് അറിയുന്ന കുട്ടിക്കാണ്. എന്തേക്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ? എന്തേക്കാരം അവസ്ഥ? നമുക്ക് ജീവിക്കാൻ കഴിയും? ജീവിക്കാൻ കഴിയില്ല. ഇപ്പം നാളെ നമ്മുടെ കൂട്ടത്തിൽ ആരും മരിക്കുന്നുണ്ടെങ്കിൽ അയാളൊന്നും ഇവിടെ ക്ലാസ്സിന് വരുമോ? അയാൾ വീട്ടിലെ അവസ്ഥ എന്താ? അയാളൊന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമോ? എല്ലാവരും ഇങ്ങനെ അന്തപ്പെട്ടിക്കല്ലേ ഉണ്ടാകാൻ. ലോകത്ത് എന്തായിരിക്കും അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യന് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്നത് മാത്രം ലോകത്ത് ഒരു പുരോഗതി ഉണ്ടാവില്ല. ഒരാളൊരു പണിക്കും പോവില്ല, ഒരാൾ അധ്വാനിക്കും. നാട്ടിലൊരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പം നമ്മുടെ മരണത്തിൻ്റെ സമയം നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നില്ല എന്നതും, ലോകത്തിൻ്റെ അവസാനം അതിൻ്റെ സമയവും നമുക്ക് അറിയിച്ചു തന്നില്ല എന്നുള്ളതും അള്ളാഹു നമ്മൾ കാര്യം. അതുകൊണ്ട് സുഹൃത്തു പിന്നെ ലുഖ്മാനിൻ്റെ അവസാനത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞില്ലേ 5 കാര്യങ്ങൾ, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലൊന്ന് ഖിയാമത്താണ്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, വമാ തദ്രി, അതുപോലെ തന്നെ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ, നാളെന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല, എവിടെ മരിക്കുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഖിയാമത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ചോദിച്ചല്ലോ, മൽ ഇസ്ലാം മൽ ഈമാൻ മൽ ഇഹ്സാൻ. പിന്നെ എന്ത് ചോദിച്ചു? മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പം എന്താ റസൂൽ മറുപടി കൊടുത്ത്? മൽ മസ്ഊലു അൻഹാ ബിഅലം മിനസ് സായിൽ, ചോദിച്ചാളും ചോദിക്കപ്പെട്ടവനും സമാസം. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവ. പക്ഷെ അതൊരു വെള്ളിയാഴ്ചയാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം രാവിലെ ആകുമ്പോൾ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിനോട് ശരണം ചോദിക്കുന്ന വെള്ളിയാഴ്ച സുബൈക്ക്. അതുകൊണ്ടാണ് അഫ്ളലു സ്വലാത്ത്, ഏറ്റവും അഫ്ളൽ നിസ്കാരം ഏതാ അറിയും?
ഏതാ ഏറ്റവും അഫ്ളൽ നിസ്കാരം? സ്വലാത്തുൽ ഫജ്ർ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ ഫജ്ർ നിസ്കാരം. അതിൽ നഹാന്നൊരു കൂർക്കം വിളിച്ചിറങ്ങണ മാപ്പിളരുണ്ട്. ഓർക്കെന്ത് ഖിയാമത്ത്, അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നതിൽ പേടിച്ചിട്ട് ആ ദിവസം വെള്ളിയാഴ്ച രാവിലെ എല്ലാ സൃഷ്ടിജാലങ്ങളും മനുഷ്യന്മാരിൽ നിന്ന് കുറച്ചാളുകൾ, ജിന്നുകളിൽ നിന്ന് കുറച്ചാളുകളല്ലാതെ മലക്കുകളും മരങ്ങളും കല്ലുകളും ജീവജാലങ്ങളും എല്ലാം പടച്ചറബിനോട് പടച്ചവനെ ഞങ്ങളെ കാക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളിവിടെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങാം. വെള്ളിയാഴ്ച സംഭവിക്കുക പെട്ടെന്നായിരിക്കും. ആ തെത്തിമില്ല ഭക്തത, ഒരു സെക്കൻഡ് പോലും ഉണ്ടാവില്ല, പെട്ടെന്നായിരിക്കും സംഭവിക്കുക. അപ്പം അതൊക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കി. ഏതായാലും അത് സംഭവിക്കില്ല റൈബ ഫിഹ. അതുപോലെ തന്നെ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്നവർ രണ്ടാമതും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്ക് കൊണ്ടുവരും. അതൊരു സംശയമില്ല. അപ്പം നമ്മൾ ഭൂമിയിൽ എത്ര വലിയവരാണെങ്കിലും എത്ര തോന്നികളാശ ജീവിച്ചാലും നമ്മുടെ ഖബറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അതിലും ഒരു സംശയവും ആർക്കും വേണ്ട. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കട്ടായമായിട്ട് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എല്ലാ കാര്യങ്ങളും കഴിവുണ്ട്. ഒരു മനുഷ്യൻ പോലും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാത്തവനായിക്കൊണ്ടുണ്ടാവില്ല. അമ്പിയാക്കന്മാരും അതുപോലെ തന്നെ ഔലിയാക്കന്മാരും ശുഹദാക്കളും എല്ലാവരും ഖബറിൽ നിന്ന് പുറത്തേക്ക് വരും. പിന്നെ ഒരു സസ്യം വെള്ളം കിട്ടി മുളച്ച് പൊന്തുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് നമ്മളെ കൊണ്ടുവരും. ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വസ്ത്രം ഉണ്ടാവില്ല, ചെരുപ്പുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചേലാകർമ്മൊന്നും ചെയ്യാത്ത രീതിയിലായിരിക്കും ഉണ്ടാകുക. എങ്ങനെയാണോ കമാ അഖ്റജ, എങ്ങനെയാണോ ഉമ്മാൻ്റെ വയറ്റിൽ നമ്മൾ പോകുന്നത് അതുപോലെ ഉണ്ടാവും. അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്ത് നോക്കി അങ്ങോട്ട് നോക്കണം. ആയിഷ ബീവി ചോദിച്ചില്ലേ, എന്താ നബി മനുഷ്യന്മാരെല്ലാവരും നഗ്നരായി നിൽക്കുമ്പം അങ്ങോട്ടും മനുഷ്യന്മാർ നോക്കുക. അപ്പം നബി എന്താ പറഞ്ഞത്? പൊന്നാരാഴ്ച അവിടെ ഔറത്ത് നോക്കി ആസ്വദിക്കണ സമയമല്ല. അവിടെ നഫ്സി നഫ്സി എന്നുള്ളതാണ്. സ്വന്തം കാര്യം എന്താണോ അത് നോക്കുക. സ്വന്തം വാപ്പാനെ കാണുമ്പോൾ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. സ്വന്തം മക്കളെ കണ്ടാൽ പോലും ബാപ്പാർ മാറി നിൽക്കുന്ന അവസ്ഥ. മക്കളെ കണ്ട ബാപ്പാരെ കണ്ട മക്കൾ, ബാപ്പ ഉമ്മാൻ ആരും ഒരാളെയും ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീന. ഓരോരുത്തർക്കും അവൻ്റേതായിട്ടുള്ള എമ്പാട് കാര്യങ്ങൾ നോക്കാണ്ട് എനിക്ക് എൻ്റെ അമലുകൾ കൈ കിട്ടും. പഠിച്ചവൻ ഈ തെറ്റുകൾക്കൊക്കെ മുമ്പ് ഞാൻ പഠിച്ചവൻ എന്താ പറയുക, മക്കൾക്ക് മക്കളുടെ കാര്യം ഉണ്ടാവും, വാപ്പാക്ക് വാപ്പാൻ്റെ കാര്യം ഉണ്ടാവും. ഒരാൾക്ക് മെയിൻറ്റെയിൻ കഴിയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരാശ്വാസത്തോടു കൂടി മരിക്കേണ്ടത് ഒരു ആശ്വാസത്തോട് കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കുക. പിന്നെ ആശ്വാസത്തോട് കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന വിശ്വാസികൾക്ക് എവിടെ നിന്നുള്ളൂ? സ്വർഗത്തിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതല്ലാത്തടത്ത് ലാ യസ്അലു അഹദുൻ അഹദൻ, ഒരാളും മറ്റൊരാളെ കുറിച്ച് ചോദിക്കൂല എന്നാണ്. സിറാത്ത് പാലത്തിൽ ചോദിക്കൂല. വാപ്പയിൽ പോകുണ്ടാവും, മക്കൾക്ക് വേണ്ട. സ്വന്തം അടുത്ത് വാപ്പയ്ക്കാരും ചിലപ്പം വാപ്പാൻ്റെ ഏടുക്കൊന്ന് നോക്കാൻ പോലും മക്കൾക്കൊന്നും ഉണ്ടാവില്ല, കഴിയില്ല. കാരണം അവനവൻ്റെ പ്രവർത്തനവും അവനവൻ്റെ ഏടും തന്നെ എമ്പാടും പൊരിക്കണം. ഇതൊക്കെ സത്യമാണ് സഹോദരന്മാർ. ഇതൊക്കെ നമുക്കൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഹക്കായ യാഥാർത്ഥ്യങ്ങൾ അതൊക്കെ. പക്ഷെ നമ്മളൊക്കെ കാര്യങ്ങൾ പറയാം, നമ്മളൊക്കെ നടത്തം കണ്ടാൽ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഓതി പോകുന്നുണ്ട്, നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. മരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എത്രയോ പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഉറങ്ങാൻ കിടക്കുന്നത് നീക്കണില്ല, ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു, യാദൃശ്ചിക മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് ആ തരിപ്പുണ്ടാവും, അത് കഴിഞ്ഞാണ്ട് കഴിഞ്ഞ്. മനസ്സിലല്ലേ? അതെല്ലാ മനുഷ്യന്മാരെയും കാരണം ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ മത്താവുൽ ഖുറൂറാണ്. ഇത് കണ്ട ഒന്ന് കാണുമ്പോൾ അബോധം കാണുമ്പോൾ മറ്റേ വഞ്ചിതനായി നമ്മളെ പറ്റിച്ച്. അപ്പം അതാണ് ഇതിൻ്റെ അവസ്ഥ. അതാണ് വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. ഖബറിൽ കിടക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ ആ ഒരുത്തനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ആരും അതിൽ നിന്ന് ഒഴിവില്ല. അതാണ് മൻ ഫിൽ ഖുബൂർ എന്ന് പറഞ്ഞത്. ഭൂമിയിൽ ഇരിക്കുന്ന ജീവിച്ച ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനെയും അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരും. ഇനി ഖിസാസ് നടത്താനാണെങ്കിൽ ജീവജാലങ്ങളെയും കൊണ്ടുവരും. ഖിസാസ് നടത്തിയിട്ട് ആ ജീവജാലങ്ങളെ അവനാണ്ട് നശിപ്പിച്ചു കളയും. അപ്പോഴാണ് കാഫർ ചോദിക്കുക, ആ ലൈതനി കുന്തു തുറാബ, പഠിച്ചോനെ ഈ ഞാനൊരു ആടായിരുന്നെങ്കിൽ, ഒരു പോത്തായിരുന്നെങ്കിൽ എന്ന് കാരണം രണ്ട് കൊമ്പുള്ള ആടും കൊമ്പില്ലാത്ത ആടും ഇവിടുന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ
കൊമ്പില്ലാത്ത ആടിനുള്ള കൊമ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് കുത്തിപ്പിക്കും. ഇത് രണ്ടാടിനോടും പറയും മണ്ണയിക്കോന്ന് പറയും, മണ്ണാവും. അപ്പോൾ അത് കാണുമ്പോൾ കാഫിർ പറയണ എന്താ, യാലിത്തനി കുന്തു തുറാബ, എനിക്ക് ആടുകളെ പോലെ ആയിരുന്നെങ്കിൽ എത്ര. പക്ഷെ നമ്മളാടല്ലല്ലോ, നമ്മളല്ലാഹു മനുഷ്യനായി സൃഷ്ടിച്ചു, ഇനി അതിൽ അള്ളാഹിൻ്റെ വിചാരം നമ്മൾ നേരിടണം. അഥവാ അന്ന സഅത ലാ റൈബ ഫീഹ വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. ഇതാണ് ഈ രണ്ടായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് ഈമാൻ കൈവിടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു എന്നല്ലവരെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. മാറാരോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കടബാധകളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين.